നമ്മുടെ സ്വന്തം മലയാളം ബിഗ് ബോസ് സീസൺ 6ന്റെ അകത്തും പുറത്തും നടക്കുന്ന കലുഷിതമായ അന്തരീക്ഷത്തിന് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാകുമോ? ട്വിസ്റ്റുകളുടെ കൂമ്പാരവുമായിട്ട് ലാലേട്ടൻ വരുമോ? ബിഗ് ബോസിന്റെ ഇനിയുള്ള പകുതി യാത്ര അത് വേറെ തന്നെ ആയിരിക്കുമോ? ലാലേട്ടന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്ന് ആരായിരിക്കും ആ നിർണായകമായ എവിക്ഷൻ നടക്കാൻ പോകുന്നത്? ആ എവിക്ഷനിലൂടെ എല്ലാം കലങ്ങി തെളിയുമോ, അതോ പിന്നെയും പഴയതുപോലെ ആകുമോ? സായിയുടെ കാര്യം എന്തായി? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ലാലേട്ടന്റെ ആദ്യത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊമോ വരുന്നത് ഡയറക്റ്റ് സ്റ്റേജിലെ പ്രൊമോ ആയിരിക്കും. ആദ്യത്തെ പ്രൊമോ ഈ ദിവസത്തെ വീക്കെൻഡിന്റെ ഒരു സൂചന നൽകുന്ന പ്രൊമോയാണ്. തീർച്ചയായിട്ടും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നു, അകത്താണെങ്കിലും പുറത്താണെങ്കിലും. അപ്പോൾ ആ ട്വിസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ഇന്ന് ചെയ്യുമോ ഇല്ലയോ കണ്ടറിയാം. ലാലേട്ടൻ ആദ്യം കാണിക്കുന്ന ലാലേട്ടനെയല്ല, ഒരു പ്ലെയിനിനെയാണ്. ഒരു വിമാനയാത്ര പോലെ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 6. പ്ലെയിൻ ആണ് ആദ്യം കാണിക്കുന്നത്. ശാന്തമായി റൺവേയിലൂടെ പോകുന്ന പ്ലെയിൻ, പിന്നെ ഗതിവേഗം കൈവരിച്ച് കുതിച്ചുയരുന്ന ഒരു ടേക്ക് ഓഫ്. അതായത് സൂപ്പർ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 6. ഞാൻ ഒന്നും പറയുന്നില്ല, അത്ര രീതിയിലുള്ള TRP ആയിരുന്നു വന്നത്. എന്തൊക്കെ ആയിക്കോട്ടെ, നിലവാരം അതൊന്നും നമ്മൾ നോക്കണ്ട. TRP അത് ഭയങ്കരമായി എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ TRP ഉണ്ട്. സൂപ്പറായിട്ട് കുതിച്ചു കയറുന്നു. കാര്യം അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ആദ്യത്തെ ആഴ്ച മൊത്തം രതീഷിന്റെ വിളയാട്ടം, അത് കഴിഞ്ഞ് രതീഷിന്റെ എവിക്ഷൻ, അത് കഴിഞ്ഞ് റോക്കിയും സിജോയും, അല്ലേ എന്തൊക്കെയായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് കലുഷിതമായ അന്തരീക്ഷത്തിലും ഉയരങ്ങളിലേക്കുള്ള പ്രയാണം തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 6. ശക്തമായ എയർ ടർബുലൻസിന്റെ പ്രക്ഷുബ്ധത പലവട്ടം യാത്രക്കാരിൽ അസ്വസ്ഥതകൾ ഉളവാക്കിയെങ്കിലും 3500 അടി ശാന്തമായി തന്നെ യാത്ര നടത്തി. എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് അല്ലേ. ഏറ്റവും നല്ല പ്ലേയേഴ്സ്, ഏറ്റവും ശക്തരായ പ്ലേയേഴ്സ്, ഇമേജ് കോൺഷ്യസ് അല്ലാത്ത പ്ലേയേഴ്സ്, അവരെയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അത് ബിഗ് ബോസിനാണെങ്കിലും കണ്ടസ്റ്റൻസിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതാണ് ഈ ശക്തമായ എയർ ടർബുലൻസ് എന്ന് പറയുന്നത്. എന്നാലും നല്ല രീതിയിൽ തന്നെയായിരുന്നു ബിഗ് ബോസ് കുതിച്ചുയർന്നുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് 100 ദിനം ഒരു വിമാനയാത്രയെങ്കിൽ പോയ വാരം താരതമ്യേന ശാന്തം മാത്രമല്ല, ഒടുക്കത്തെ ശാന്തമായി പോയി. പക്ഷേ സാഹചര്യം ഇനി മാറിയേക്കാം. ഇന്ന് ഞാൻ ബിഗ് ബോസ് യാത്രക്കാരെ കാണും. വീണ്ടും എയർ പോക്കറ്റിൽ പതിക്കാനുള്ള സാധ്യതകളുണ്ടോ? എയർ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷറിന്റെ ആ ഒരു വാരിയേഷൻ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു വീഴ്ച വീഴുന്ന പോലെ തോന്നുമല്ലോ, ഒരു പ്രഷർ ഫീൽ ചെയ്യില്ല. ആ പ്രഷറിലേക്ക് പിന്നെയും ബിഗ് ബോസ് മത്സരാർത്ഥികളെ കൊണ്ടിടുമോ? ട്വിസ്റ്റുകൾ നടക്കുമോ? ഇനിയും ആൾക്കാർ വരുമോ? ഇനിയും ആൾക്കാർ പോകുമോ? ഇനിയും പല കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുമോ ഇന്ന് ബിഗ് ബോസ്? നിങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ, അതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കുമോ? അന്തരീക്ഷം വീണ്ടും കലുഷിതമാകുമോ? അറിയണ്ടേ? കാണൂ ബിഗ് ബോസ് ഇന്നത്തെ ദിവസം. ഞാൻ പറയാണ്, എല്ലാവരും കാത്തിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 ലാലേട്ടനെ കാണാൻ വേണ്ടി. അങ്ങനെ ആരും ഓടിപ്പോകത്തില്ല. കാര്യം ഇത് കാണേണ്ട ഒരു എപ്പിസോഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം ഭഗവാനേ, ആ പ്രതീക്ഷ കളയരുത്. അപ്പം കാണണം, ഇന്ന് കാണേണ്ട ഒരു എപ്പിസോഡ് ആയിരിക്കണം. നമ്മുടെ പ്രതീക്ഷ കളയരുത് ലാലേട്ടാ. അപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട്. ഇന്നത്തെ ഷൂട്ട് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രേക്ഷകരിലും കണ്ടസ്റ്റൻസിലും അമ്പരപ്പുണ്ടാക്കുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് നടന്നാൽ വലിയ കാര്യം. പ്രത്യേകിച്ചും പുറത്തും അകത്തുമുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അപ്പോൾ ആരൗട്ടാകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരുപാട് പേര് ഇപ്പം ഗബ്രി ഔട്ടായെന്ന് വരെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അഭിഷേക് എൻ്റെ പേര് പറയുന്നുണ്ട്, ഋഷിയുടെ പേര് രാവിലെ കേൾക്കുന്നുണ്ട്, ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സായിയുടെ കാര്യം. സായി ഞാൻ ഇന്നലെ അറിഞ്ഞത് തിരിച്ച് കയറി എന്നാണ് അറിഞ്ഞത്. ബട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നു ലൈവിൽ സായി വന്നിട്ടില്ല. അതിങ്ങനെ 50-50 ആയിട്ട് നിൽക്കുകയാണ്. നമുക്കത് നോക്കാം. നിലവിൽ സായിനെക്കാട്ടിയും വീക്കായിട്ട് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്രയ്ക്ക് അങ്ങ് വീക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സായിനെക്കാട്ടിയും വീക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒന്നുമില്ലാതെ കുന്തം ഇല്ലാതെ നിൽക്കുന്ന കുറേ ആൾക്കാർ അവിടെയുണ്ട്. സത്യമായിട്ടും ഞാൻ പറയുകയാണ്. അപ്പം നിലവിലിപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ ഔട്ടാവാൻ ഒരുപാട് പേര് ബാക്കിയുണ്ട്. പിന്നെ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഗബ്രിക്ക് ചാൻസ് അറിയത്തില്ല. പോളുകളിലൊന്നും ഗബ്രിക്ക് നോറയെ ഋഷിനെക്കാട്ടി പോളിൽ വരുന്നുണ്ട്. നോറയെ ഋഷിയെക്കാട്ടി. പിന്നെ ഒരുപാട് പേര് പറയുന്നത് ഗബ്രി പോകരുതെന്ന്. കാര്യം ഗബ്രിയാണ് ഗെയിം കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഗബ്രി ഗെയിം കൊണ്ടുപോകുന്നുണ്ട്, തീർച്ചയായിട്ടും. പിന്നല്ലാണ്ട് സൂപ്പർ വില്ലനല്ലേ. എവിടെ കിട്ടും ഇതുപോലത്തെ ഒരു വില്ലനെ? നല്ല വില്ലനാണ്, ഉഗ്രൻ വില്ലൻ.
ഗെയിമും അറിയാം, വർത്താനം പറയാൻ അറിയാം, ഇമേജ് കോൺഷ്യസ് അല്ല. പിന്നെ ഒരു വില്ലൻ, ഇതുപോലത്തെ ഒരു വില്ലൻ എവിടെ കിട്ടും? സൂപ്പറായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കളിച്ച് കയറാം ഈ വില്ലനെ വെച്ചിട്ട്. പിന്നെ ഒരു വില്ലൻ വേണ്ടേ ഗെയിമിൽ? അപ്പോൾ ഗബ്രി ഉണ്ടാകണം തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ കുറേ അമ്മമാർ, അവരൊക്കെ ഇതിനെ ഒരു സീരിയൽ പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അയ്യോ എന്തൊരു ദുഷ്ടൻ, മനസ്സിലായോ? ആ ഒരു സ്വഭാവം, ആ ഒരു വർത്തമാനം, കീറി മുറിച്ചുള്ള വർത്തമാനം, ആൾക്കാരെ കൊല്ലുന്ന രീതിയിലുള്ള വർത്തമാനം, വാഗുണ്ട് ഉള്ള വർത്തമാനം, അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഡിസ്റെസ്പെക്ട്ഫുൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സൂപ്പർ വില്ലനാണ് എന്ന് പറയണ്ട. ബിഗ് ബോസ് മലയാളം ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല വില്ലന്മാരിൽ ഒരു വില്ലൻ. അതായത് വില്ലൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വഭാവം അല്ല പറഞ്ഞ കേട്ടോ, ആസ് എ ഗെയിമർ വില്ലനാണ്. ഞാൻ ആരുടെ സ്വഭാവമോ പേഴ്സണാലിറ്റി അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ ആ ഗെയിമിൽ ബിഹേവ് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, എല്ലാവർക്കും പല ആൾക്കാരും ഫേക്കായിട്ട് ബിഹേവ് ചെയ്യും. എല്ലാവരുടെയും ഒറിജിനൽ സ്വഭാവം എന്നായിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പേരൊക്കെ ഒറിജിനലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ ഒറിജിനലായിട്ട് നിൽക്കുന്ന ആൾക്കാർ വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് സീസൺ 4 ഒരുപാട് ഒറിജിനൽ കണ്ടസ്റ്റൻസ് ഉണ്ട്. അതേപോലെ അതിനെക്കാട്ടി ഒറിജിനലായിട്ടുള്ളത് സീസൺ 6 എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. പിന്നെ പല ആൾക്കാരും ഫേസ് മാസ്ക് ഇടാത്ത ആൾക്കാരാണ് ഒരുപാട് പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് റിയലായിട്ട് നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ബിഹേവിയറിൽ, ആ ഒരു ഗെയിം ബിഹേവിയറിൽ വില്ലൻ ആയിട്ടുള്ളത് ബെസ്റ്റ് വില്ലൻ ഗബ്രിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗബ്രി അവിടെ നിന്നാൽ സീസൺ അല്ലെങ്കിൽ ആ ഗെയിം മുന്നോട്ട് പോകുമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അഭിഷേകിൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അഭിഷേകൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ നോറ അല്ലെങ്കിൽ ഋഷി ആവാനാണ് ചാൻസ്. പിന്നെ സായിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ 50-50 നോക്കട്ടെ, ലൈവിൽ വന്നോന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ കയറിയിട്ടുണ്ടാവും, അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.